ഒരാൾ ഒന്ന് രണ്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് റിവ്യൂസ് ഉണ്ട്. അവരുടെ റിവ്യൂ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയോ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഓൾഗ റിസോർട്ട് തുടങ്ങിയത്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് AK സജനാണ്. AK സജന അറിയാലോ, പഴയ എഴുത്തുകാരനാണ്, കിടൻ പടം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഷാജി കൈലാസ് AK സജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദ്രോഹം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോൾ ഒരു ശവമായി ഒരു ചാത്ത സിനിമ, ഒരു ഇമോഷൻസും നോക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയുള്ള ഒരു അപരാധ സിനിമ, തന്നി അപരാധം. ഷാജി കൈലാസിന്റെ കൈ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷ. കാരണം 90s ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ടതിന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം വിടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മേക്കിംഗ് ഷോർട്സ്, ഷോർട്ട് ഡിവിഷൻസ് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച പരിപാടികൾ. പക്ഷെ ഇതില് FPV ഡ്രോണൊക്കെ പത്തോ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള പയ്യനെ പിടിച്ചിരിക്കാൻ തോന്നുന്നു. S7 ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. തിരുപ്പാച്ചിയും ഷാജി കൈലാസിന്റെ ഐഡി ബൈക്ക് എടുത്തിട്ടുള്ള അതിൽ ഷോർട്സ് അറിയാം, ഷോർട്സ് ഡിവിഷൻസും അറിയാം. അപ്പൊ ആ കാലഘട്ടത്തിലെ പോലെ ഇത് ചെയ്തിരിക്കുന്നേ എത്തൊരു മുറിപ്പിക്കലും മടിപ്പിക്കലാണ്. ഈ ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പാട്ടുക, അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഷെമി പോകുന്നതാണ് ഇട്ടത്. എന്ത് പറ്റിയോ അദ്ദേഹത്തിന്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ അറിയാമോ, അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കോക്ക് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഗംഭീരമായിട്ട് വിമർശിക്കും. നമുക്ക് അതനുസരിച്ചിട്ട് അതിന് എനർജി പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നമുക്ക് നല്ല ആൾക്കാരാണ്. അവർക്ക് പറയുന്നത് കറക്റ്റ് അനലൈസ് ചെയ്ത് പറയുന്നതാണ്. അതുകൊണ്ട് അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷത്തോടെ മനസ്സിലായി, പുള്ളിക്ക് മനസ്സിലായി അത് പുള്ളിയെ വർക്കായില്ല എന്നുള്ള സംഭവം. പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഇതില് ഷാജി കൈലാസിന്റെ നെക്സ്റ്റ് അറിയാലോ, അത് ഇതിനകത്ത് വന്നപ്പോഴേക്ക് പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും ഉള്ളിക്കടയിലൊക്കെ കിടന്നിട്ടാണ് S7 പിടിക്കുന്നത്, സാധനം പിടിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ജോർജ് പാർപ്പത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിഗരറ്റ് കളിക്കുന്നത്. അപ്പൊ മുന്നിൽ പുല്ല്, ജോർജിന്റെ ഫേസ് കാണില്ല, പിന്നെ എങ്ങനെയാണ് ജോർജിന്റെ അഭിനയം കാണാൻ പറ്റുമോ? പുല്ല് വെച്ച് മറിച്ചറിയുന്നേ. അങ്ങനെ ഉടനെ കുറെ പേരുണ്ട്. അങ്ങനെ പുല്ലും ചെടിയും വെച്ചിട്ട് സീൻ മറിച്ചറിയാം. നമുക്ക് കാണാൻ പറ്റുന്നില്ല, പുല്ല് കാണാൻ പറ്റില്ല. വേറെ ഷോട്ടിൽ കൂട്ടി എന്റെ മുഖം കാണുന്നില്ല. കാരണം എന്താ, അപ്പുറത്തെ ഇലയുണ്ട് മരത്തിന്റെ മുകളിൽ, അതിന്റെ ഷേഡുണ്ട്. ചിലപ്പോൾ ഇസ്തറ്റിക്കലി ചെയ്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് ടെക്നിക്കലി പേര് ബാഡ് എന്തൊക്കെയോ ചെലവ് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.